അതെ, പ്രശാന്ത് മലവയൽ BJP പ്രതിനിധി, ഇത് വലിയ അഴിമതിയിലേക്ക് പോകുന്നു, മുഖ്യമന്ത്രി രാജിവെക്കണം. ഈ വാർത്ത ഉടൻ കെ സുരേന്ദ്രന്റെ പ്രതികരണമായിരുന്നു. പക്ഷേ ദുരന്ത നിധിയിൽ നിന്നും കിട്ടുന്ന പണം എത്ര തുച്ഛമാണ്? കേന്ദ്ര മാനദണ്ഡം അനുസരിച്ചാണെങ്കിൽ ഒരു വീടിന് 1.3 ലക്ഷമാണ് കിട്ടുക. അതായത് പൂർണ്ണമായും തകർന്നാൽ വീടുകളുടെ കണക്ക് 2 കോളത്തിലാണല്ലോ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1555 വീടുകൾ തകർന്നു എന്നുള്ളത് അത് അന്നത്തെ കണക്കാണ്, പൂർണ്ണമായ കണക്കല്ല. എന്ന് വെച്ചാൽ പൂർണ്ണമായി കണക്ക് കൊടുക്കുന്ന സമയത്തിലല്ല ഇത് കോടതിയിൽ സമർപ്പിച്ച ഭാഗികമായ സന്ദർഭത്തിലാണ്, അത് തിരച്ചിൽ നടക്കുന്ന സന്ദർഭത്തിലാണ്. അപ്പോൾ ഭാഗിക നഷ്ടത്തിന് കേന്ദ്രം കൊടുക്കുന്ന പൈസ എന്നുള്ളത് വെറും 6500 രൂപയാണ്. ആക്ച്വൽസിൽ അത് 2 ലക്ഷം രൂപയാക്കി എഴുതിയിട്ടുണ്ട്. 2 ലക്ഷമെങ്കിലും വേണം എന്നുള്ളത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇങ്ങനെ കണക്ക് എഴുതേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് സംസ്ഥാനത്തിന് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. കേന്ദ്രത്തിൽ ദുരന്ത നിധിയിൽ നിന്ന് കിട്ടുന്ന പണം കുറവാണ് എന്നുള്ള കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇവിടെ കൊടുക്കേണ്ട കണക്കുകൾ കൃത്യമായിട്ട് കൊടുത്താൽ അത് അംഗീകരിച്ച് തരാമെന്ന് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഈ ദുരന്ത മേഖല സന്ദർശിച്ച് ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഇത് അംഗീകരിക്കേണ്ട അല്ലെങ്കിൽ നടപ്പിലാക്കി തരേണ്ട ഏറ്റവും വലിയ ആള് തന്നെ ഇവിടെ വന്നത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മണിക്കൂറുകളോളം ഇരുന്ന് ചർച്ച ചെയ്തപ്പോൾ ഇവര് പിന്നെ എന്താണ് ചർച്ച ചെയ്തിട്ടുള്ളത്? അപ്പൊ ഇവിടുത്തെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള സർക്കാരിന്റെ സംവിധാനം, ഇവിടുത്തെ ഉദ്യോഗസ്ഥർ, മറ്റുള്ള ആളുകൾ മുഴുവൻ എന്താണ് അപ്പോൾ മണിക്കൂറുകളോളം ചർച്ച ചെയ്തിട്ടുള്ളത്? പ്രധാനമന്ത്രി വന്ന് വെറുതെ അങ്ങ് പോവുകയല്ലല്ലോ ചെയ്തത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങൾക്ക് അതീതമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് പ്രധാനമന്ത്രി ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ട്. പണം പുനരധിവാസത്തിനൊരു പ്രശ്നമാകില്ല. ഇവിടെ പുനരധിവാസത്തിന് മാത്രമല്ല പ്രശ്നം. ഞങ്ങൾ ഒരു കാര്യം പറയുന്നത്, ഇന്നലകളെ ഞങ്ങൾ എവിടെയും തള്ളിപ്പറയുന്നില്ല. അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇന്നലകളെ ഒരു കാരണവശാലും ഞങ്ങൾ തള്ളിപ്പറയുന്നില്ല. എല്ലാവരും ഒത്തൊരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് അവിടുത്തെ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾ നല്ല രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് നടക്കുന്നത് ചർച്ച ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ടും ഇന്ന് മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള കണക്കുകളും കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകളും ഒക്കെ അനുസരിച്ച് പരിശോധിച്ചാൽ നമുക്കറിയാം ഇതിൽ അവ്യക്തത മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യത്തിലും അവ്യക്തത മാത്രമേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പെരുപ്പിച്ചു കാണിച്ചു എന്ന് പറയുന്നത് തന്നെ വസ്തുതാവിരുദ്ധമാണ് എന്നുള്ളതാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി നാളേക്കുള്ള കാര്യങ്ങളാണെങ്കിൽ പെർമനന്റ് പുനരധിവാസം എന്നുള്ളത് പുത്തുമലയെ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട് കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചാൽ അവിടുത്തെ പുത്തുമലയുടെ ആളുകൾ ഇന്നും ദുരവസ്ഥ അനുഭവിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ആശങ്കയിലുണ്ട്. അപ്പൊ പെർമനന്റ് പുനരധിവാസത്തിന് വേണ്ടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പകരം കള്ളരേഖയുണ്ടാക്കി കള്ളരേഖ ചമച്ചുകൊണ്ട് ഇത് മുഴുവൻ വാങ്ങിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായാൽ അത് അംഗീകരിച്ച് നോക്കിയിരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കണക്കുകളിലെല്ലാം നമുക്കറിയാം, മൃതദേഹങ്ങളുടെ കണക്ക് മാത്രം എടുത്ത് പരിശോധിച്ചാൽ, മറ്റെല്ലാം പോട്ടെ, മൃതദേഹങ്ങളുടെ മാത്രം കണക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാൻ വേണ്ടി സാധിക്കും എത്രയാണ് അതായത് പറഞ്ഞിരിക്കുന്ന കണക്ക് പ്രകാരം 2,76,00,000 രൂപ മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടി മാത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു ചെറിയ കണക്ക് പറയാം. അവിടെ സേവാഭാരതി 64 മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. 1 രൂപ ആരുടെ കയ്യിൽ നിന്നും കൈപ്പറ്റിയിട്ടില്ല. പള്ളി കമ്മിറ്റി 49 ബോഡികൾ സംസ്കരിച്ചിട്ടുണ്ട്. 1 രൂപ കൈപ്പറ്റിയതായിട്ട് നമുക്കറിവില്ല. മറ്റൊരു പള്ളി 17 ബോഡികൾ സംസ്കരിച്ചിട്ടുണ്ട്. 1 രൂപ കൈപ്പറ്റിയത് ആരായിട്ട് അറിയില്ല. CSI പള്ളി 9 ബോഡികൾ സംസ്കരിച്ചിട്ടുണ്ട്. നമുക്കറിയില്ല 1 രൂപ കൈപ്പറ്റിയത്. അങ്ങനെ 147 സംസ്കാരങ്ങൾ നടന്നതിന് 1 രൂപ പോലും സംസ്ഥാന സർക്കാരിന് ചെലവായിട്ടില്ല. നാളെ ചെലവാക്കുകയും വേണ്ട. പക്ഷേ ബാക്കി വരുന്ന സർക്കാരിന്റെ കണക്കിൽ തന്നെ 212 മൃതദേഹങ്ങൾ സംസ്കരിച്ചപ്പോൾ 2.76 കോടി എന്ന് പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു സംഖ്യ. അങ്ങനെ നോക്കുമ്പോൾ 212 സംസ്കാരത്തിന് 1,30,000 രൂപ
നോക്കൂ ശ്രീ പ്രശാന്ത് മലവയൽ, 1,30,188 രൂപ. ഈ മൃതദേഹങ്ങൾ സംസ്കരിച്ചൊക്കെ നമ്മൾ തത്സമയം ലൈവായി കൊടുത്തതാണല്ലോ. അതെങ്ങനെയാണ് അത് ചെയ്തതെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അതുപോലെ ഈ വസ്ത്രങ്ങളുടെ കാര്യമായാലും ക്യാമ്പുകളിൽ വസ്ത്രം എത്തുന്നത് എങ്ങനെയൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ ചോദിച്ച കണക്കിന് താങ്കൾ മറുപടി പറഞ്ഞില്ലെന്നേ. ഒരു വീടിന് 1.3 ലക്ഷമാണ് കിട്ടുക. അതായത് പൂർണ്ണമായും തകർന്ന വീടിന് 1.5 ലക്ഷത്തിന് 1.3 ലക്ഷത്തിന് ഒരു വീട് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പറ്റുമോ? ഈ പെരുപ്പിച്ച കണക്ക് ചോദിക്കാതെ കേന്ദ്രത്തിൽ നിന്നൊന്നും കിട്ടാത്ത അവസ്ഥയാണെന്നേ. എന്തു ചെയ്യും? അതാണ് ഞാൻ പറഞ്ഞത്. ആര് പറഞ്ഞു അങ്ങനെ? മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ കേന്ദ്രം തരുന്നില്ല എന്ന്? എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ആരാ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കിട്ടില്ല, ഇതുവരെ ഞങ്ങൾ ചോദിച്ചൊന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞത് എവിടെയാണ്? മുഖ്യമന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനത്തിൽ നമ്മളത് കേട്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് തന്നില്ല എന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? ഈ വയനാടുമായി ബന്ധപ്പെട്ട് കണക്കുകൾ പൂർണ്ണമായും പരിശോധിച്ച് സർക്കാർ കൊടുക്കുന്നു. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇതൊക്കെ നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അതിനു മുമ്പിലുള്ള നമ്മുടെ ചരിത്രമുണ്ടല്ലോ. പല ഘട്ടങ്ങളിലായി കേരളത്തെ അവഗണിച്ച ചരിത്രമുണ്ട്. ചോദിച്ചത് തന്നിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് ബാക്കി സംസ്ഥാനങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ബജറ്റിൽ നമുക്ക് എന്താണ് വെച്ചിട്ടുള്ളത്? കേരളത്തിൽ എന്താണ് വെച്ചിട്ടുള്ളത്? എല്ലാ വർഷവും ഇവിടെ പ്രശ്നങ്ങളല്ലേ? എന്താണ് തന്നിട്ടുള്ളത്? അങ്ങനെ ഒരു പ്രതിസന്ധി അവിടെ നിൽക്കുന്നു. കേന്ദ്രവുമായി ഒരു പോരിന് പോകാൻ സംസ്ഥാനത്തിന് പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ശ്രീ പ്രശാന്ത് മലവയൽ, നയത്തിൽ പോകുകയേ വഴിയുള്ളൂ. അങ്ങനെയല്ല, നയത്തിൽ പോകണം. ഞാൻ പറഞ്ഞത് ഇവിടെ മറ്റ് സംവിധാനങ്ങളുമായിട്ട് കോട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ പുറകോട്ട് പോകേണ്ടി വരും. ഞാൻ പുത്തുമല നിങ്ങളോട് ആവർത്തിച്ചു, തുടക്കത്തിൽ തന്നെ ഞാൻ ആവർത്തിച്ചു. സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അവിടുത്തെ ദുരവസ്ഥ, അവിടെ ചോർന്നൊലിക്കുന്ന കൂരകൾ, ഇതൊക്കെ നമുക്കറിയാം. നമ്മളുടെ മുന്നിലുണ്ട് ഇതെല്ലാം. ഞാൻ അങ്ങോട്ട് പഴയതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞു പോയത് പുനരധിവാസത്തിനോ ഇവിടെയുള്ള മറ്റു കാര്യങ്ങൾക്കോ പണം ഒരു തടസ്സമാകില്ല എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയണ്ടേ? നമ്മളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുഖ്യമന്ത്രി ഇവിടെ ഏതെങ്കിലും ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? കേന്ദ്രം പണം തരില്ല എന്ന് പറഞ്ഞത് എവിടെയാ?